വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടൽ തന്നെ വലിയ ദുരിതം വിതച്ച സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും പ്രദേശങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. നിരവധി പേർ മണ്ണിനടിയിലായിട്ടുണ്ട്. മൃതശരീരങ്ങൾ കണ്ടെത്തുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ വാഹനങ്ങൾ ഒലിച്ചുപോയി. ഉരുൾപൊട്ടൽ കൽപ്പറ്റയിൽ മുണ്ടക്കൈ അട്ടമല മേഖലകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ചൂരൽ മലയിലാണ് വലിയ പ്രതിസന്ധി. കാരണം പുറം ലോകത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകൾ എത്തുന്നത്. ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം കൂടുമോ എന്നുള്ളതാണ്. 2018, 2019 ആ ഒരു കാലഘട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ, ആ ഒരു ഭയാശങ്ക ജനിപ്പിക്കുന്ന രീതിയിലാണ് ദൃശ്യങ്ങളും വരുന്നത്. പുലർച്ചെയായിരുന്നു ഉരുൾപൊട്ടൽ. ഇരുട്ടും ഒപ്പം തന്നെ വൈദ്യുതി തടസ്സവും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയായ ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ പുലർച്ചെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു എന്നുള്ളത്. പക്ഷേ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിൽ ഈ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരുപക്ഷെ ചില പാലങ്ങളൊക്കെയാണ്. അതൊക്കെ തകരാറിലായി അല്ലെങ്കിൽ ഒലിച്ചുപോയ അല്ലെങ്കിൽ മുങ്ങിപ്പോയ പശ്ചാത്തലത്തിലാണ് എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടേണ്ടി വരുന്നതും സൈന്യത്തിൻ്റെ സഹായം തേടേണ്ടി വരുന്നതും. അത്തരത്തിലാണ് വലിയൊരു ദുരന്ത വാർത്തകളിലേക്കാണ് കേരളം കണ്ണു തുറന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. BMSന്റെ അംഗം ശ്രീ മുരളീധരൻ PK ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുണ്ട്. ശ്രീ മുരളീധരൻ PK, വലിയ ദുരന്ത വാർത്തകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പരമാവധി ആളുകളെ രക്ഷിക്കാൻ. താങ്കൾക്ക് ഈ ഒരു ഏറ്റവും പുതിയ സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? വയനാട് കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായി നമുക്ക് ഇതിനെ കാണണം. വളരെ ദാരുണവും ഭയാനകവുമായിട്ടുള്ള സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. നമുക്ക് ഒരു കൃത്യമായ ലിസ്റ്റ് എടുക്കാത്തിടത്തോളം കാലം എങ്ങനെയാണ് എന്തെല്ലാമാണെന്ന് പറയാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഈ 3 ഏരിയകളിലും ഹാരിസൺസ് മലയാളം ഉൾപ്പെടെയുള്ള പ്ലാന്റേഷൻ പ്രദേശങ്ങളാണ്. ഈ ഉരുൾപൊട്ടിയിട്ടുള്ള ഭാഗം ജനവാസങ്ങൾ ഉള്ള ഏരിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലെ പുലർച്ചയോടുകൂടെ നടന്നിട്ടുള്ള ഈ ദുരന്തത്തിന് ഇതിന്റെ വ്യാപ്തി നമുക്ക് ഇപ്പോൾ അളക്കാൻ സാധ്യമല്ല. ഇപ്പൊ 40-ലധികം ആളുകൾ മെഡിക്കൽ കോളേജ്, വിംസ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. 8ഓളം ആളുകൾ മരണപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അത് സ്ഥിരീകരിക്കപ്പെടാൻ സാധിക്കുന്നില്ല. പക്ഷെ അറിവിന്റെ വെച്ച് പറയുകയാണെങ്കിൽ നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പൊ ചൂരൽമലയിൽ നിന്നാണ് നമുക്ക് മുണ്ടക്കൈ അട്ടമല എന്ന പ്രദേശത്തേക്കൊക്കെ പോകേണ്ടത്. ആ പാലം പൂർണ്ണമായും തകരുകയും അതുപോലെ തന്നെ അവിടത്തേക്കുള്ള സഞ്ചാരം നമുക്ക് യോഗ്യമല്ലാതാവുകയും ചെയ്തിരിക്കുക. അപ്പൊ അവിടുത്തെ രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെയും അതുപോലെ തന്നെ വിദഗ്ധമായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താനുള്ള സമയം കുറച്ച് എടുക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഈ സിറ്റുവേഷൻ മറികടക്കാൻ എല്ലാവരുടെയും സഹായം, കഴിയാവുന്ന ആളുകളുടെ എല്ലാവരുടെയും സഹായം അവിടെ ഉണ്ട്. മാക്സിമം നമ്മുടെ എത്തിപ്പെടേണ്ട എല്ലാ ആംബുലൻസുകളും ആശുപത്രി സർവീസുകളും അവിടെ കഴിയാവുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ജനങ്ങളും ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ചെയ്യുന്ന സന്നദ്ധ സംഘടനകളും എല്ലാം ആ പ്രദേശത്തേക്ക് എത്തിപ്പെടുകയും അവിടെ വെച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുകയാണ്. ഹാരിസ് മലയാളത്തിന്റെ 4 ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ 6 ലൈൻസ് ഉൾപ്പെടെ ഇതിനകത്ത് ഒലിച്ചു പോയിട്ടുണ്ട്. ഒരു ക്വാർട്ടേഴ്സിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതാണ്. ആ ക്വാർട്ടേഴ്സും ഉൾപ്പെടെയാണ് ഈ 4 ക്വാർട്ടേഴ്സുകൾ തകർന്നിരിക്കുന്നത്. കൂടാതെ 6 ലൈൻസിൽ പൂർണ്ണമായും ആളുകൾ താമസിക്കുന്നില്ലെങ്കിലും ആ ലൈൻസിലും ആൾതാമസം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതേപോലെ തന്നെ ഒറ്റപ്പെട്ട വീടുകളാണ്. നിരവധി വീടുകൾ ഒറ്റപ്പെടുകയും ആ വീടുകൾ ഒലിച്ചു പോവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പറയാൻ സാധിക്കുന്നതല്ല. ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരിക്കുന്ന സൈന്യത്തിന്റെ സഹായം തേടിയ പശ്ചാത്തലം അത് എത്രത്തോളം ആയിരിക്കും ആ വ്യാപ്തി എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നുള്ളൂ. ശ്രീ മുരളീധരൻ PK, ഒറ്റ കാര്യം കൂടി, ഈ വീണ്ടും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നു, മാത്രമല്ല ഈ പുഴയൊക്കെ ഗതിമാറി ഒഴുകുന്നു, മാത്രമല്ല മലവെള്ളം കുത്തിയൊലിച്ചു വരുന്നു, അതും കൂടുതൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയില്ലേ? ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലെ ആളുകളെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് തേടുന്നത്? എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഒറ്റപ്പെട്ടു എന്നത് ഒരു സത്യമാണ്. കാരണം നമുക്ക് അവിടത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. കാരണം ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. നിരവധി ആളുകൾ ഈ പറയുന്ന മണ്ണിനടിയിലാണെങ്കിലോ അത് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേടുന്ന സാഹചര്യം ഉണ്ടാകാം. ഇപ്പൊ എയർക്രിപ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നമുക്ക് അവിടെ വേറെ ഒരു മാർഗവും സ്വീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്.
സൈന്യത്തിന്റെയും അതുപോലെ തന്നെ എയർ സ്ട്രിപ്പിങ്ങിലൂടെ മാത്രമേ നമുക്ക് അവർക്ക് ഭക്ഷണമായാലും ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇനി കൂടാതെ സൈന്യവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടോ നമുക്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമേ ഇവരെ പുറത്തേക്ക് എത്തിച്ച് സഹായിക്കാനും ആശുപത്രികളിലാണെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ശ്രീ മുരളീധരൻ പിക്ക് ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്ക് ഈ 2018 19 എല്ലാം പാഠങ്ങളാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി മഴ മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല അതിതീവ്ര മഴയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഒരല്പം കാലതാമസം നേരിട്ടോ എന്നുള്ളൊരു സംശയമുണ്ട് ഇപ്പോൾ. ഇന്നലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും എല്ലാം ഇവരെ മാറി താമസിപ്പിക്കാനും ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ കുറെയൊക്കെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിത് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത സ്ഥലത്തു നിന്നാണ് ഈ പറയുന്ന ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്